ക്രിസ്തുവിൽ എല്ലാവർക്കും വന്ദനം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് പുറപ്പാട് പുസ്തകം 32 മുതൽ 10 വരെ ഉള്ള വാക്യങ്ങളാണ്. അതായത് എല്ലാവർക്കും ഫെമിലിയറായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയാണ്, അല്ലെ ചരിത്രമാണ്. സൺഡേ സ്കൂളിലെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കഥയാണ്. അതായത് കാളക്കിടാവിനെ ഉണ്ടാക്കി, ദൈവത്തിൻ്റെ സ്വന്തം ജനം കാളക്കിടാവിനെ ഉണ്ടാക്കി അതിന് ചുറ്റിലും പാട്ടുപാടി തിന്നും കുടിച്ചും അട്ടഹസിക്കുന്ന ആ ഒരു രംഗമാണ് നമ്മൾ കാണുന്നത്. നടന്ന സംഭവം മോശ 40 ദിവസമായിട്ട് കാണാനില്ല. പർവ്വതത്തിൻ്റെ മണ്ടയ്ക്കാണ്. പർവ്വതത്തിൻ്റെ മണ്ടയ്ക്കിരിക്കുമ്പോൾ ഇതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ദേവാലയത്തിൻ്റെ നിർദ്ദേശങ്ങളും അതിന് ഉരുപ്പടികൾ എങ്ങനെ ഉണ്ടാക്കണം, ആരാധന എങ്ങനെ നടക്കണം, ശബത്തിൻ്റെ കാര്യങ്ങൾ, ഇതെല്ലാം ദൈവം മോശയോട് സംസാരിക്കുന്നത് പർവ്വതത്തിൻ്റെ മണ്ടയ്ക്കാണ്. അപ്പോൾ ഏകദേശം 40 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ദൈവജനം എല്ലാം റെസ്റ്റ്ലെസ്സായി. അവർക്ക് ഇരിക്കപ്രതിയില്ല. അവർ അഹരോനോട് പറയുകയാണ്, ഈ മോശയെക്കുറിച്ച് ഞങ്ങൾക്ക് എന്തോന്ന് അറിയത്തില്ല, പക്ഷേ ഞങ്ങളുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട് നമുക്കൊരു ദൈവത്തിനെ ഉണ്ടാക്കണം. അഹരോൻ ഒറ്റയ്ക്കാണ്. ഒരു ഹൂർ എന്ന് പറയുന്ന ഒരു സഹോദരനും കൂടെ ഉണ്ട്. അപ്പം അഹരോന് ഈ പ്രഷർ താങ്ങാൻ പറ്റുന്നില്ല. കാരണം എത്ര പേരുണ്ട്? ഏകദേശം 60 ലക്ഷം പുരുഷന്മാർ തന്നെ, 6 മില്യൺ മെൻ. അപ്പം അവരുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും എല്ലാം വലിയൊരു ജനസമൂഹം. ഇവരുടെ ഈ പ്രഷർ താങ്ങാൻ, മാനസിക പിടിമുറുക്കം, ടെൻഷനും അല്ലെങ്കിൽ സ്ട്രെസ്സും താങ്ങാൻ പറ്റാതെ ഇവർ പറയുന്നതനുസരിച്ച് ഉടനെ എന്തു ചെയ്തു? സ്വർണ്ണങ്ങളെല്ലാം കൊടുക്കുക. അതായത് നിങ്ങളുടെ സഹോദരിമാരുടെ ചെവിയിലുള്ള സ്വർണ്ണങ്ങളെല്ലാം വലിച്ചു കീറി പെട്ടെന്ന് ഒരു കാളക്കിടാവ് വന്നു. കാളക്കിടാവിന് വന്നതിന് ശേഷം ഉടനെ പറയുന്നത് എന്തുവാ? ഈ കാളക്കിടാവാണ് നിങ്ങളെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് വന്നത്, അല്ലെ വീണ്ടെടുത്തത്. നോക്കിക്കേ, വളരെ പരാജയത്തിലേക്ക് പോകുന്ന ഒരു കാര്യമാണ് നമ്മളിവിടെ കാണുന്നത്. അതായത് വീണ്ടെടുപ്പിൻ്റെ സ്തുതിക്ക് അർഹനായ ദൈവമാണ്. ഇതുവരെ നമ്മൾ കണ്ട് മനുഷ്യൻ്റെ ചരിത്രത്തിൽ നടക്കാത്ത ഒരു സംഭവമാണ് ഇവിടെ നടന്നത്. അതായത് ചെങ്കടൽ പിളരുകയാണ്. 430 വർഷങ്ങൾ അടിമകളായ ഈ ദൈവജനത്തെ വീണ്ടെടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ കരം കൊണ്ട് വീണ്ടെടുത്ത് വളരെയധികം അത്ഭുതങ്ങൾ അവരുടെ കണ്ണിന് മുമ്പിൽ അവർ കണ്ടു. ചെങ്കടൽ പിളർന്നു, 10 ബാധകൾ അവർ കണ്ടു. ഇവരെ ദൈവം സൂക്ഷിക്കുന്ന കാര്യങ്ങളെല്ലാം ഇവർ കണ്ടു. തന്നെയല്ല, അവർ വെള്ളത്തിന് പകരം വെള്ളം വേണമായിരുന്നു. പാറയടിച്ച് ഇവർ വെള്ളം കൊടുത്തു, മന്ന കൊടുത്തു, ഇറച്ചി കൊടുത്തു. എല്ലാം കണ്ടിട്ടും ഇപ്പോൾ പറയുന്നത് ഈ കാളക്കിടാവാണ് ഞങ്ങളെ വീണ്ടെടുത്തത്. നോക്കിക്കേ, മനുഷ്യൻ്റെ അവസ്ഥ, മനുഷ്യൻ്റെ പരാജയം, മനുഷ്യൻ്റെ ആത്മീയ പരാജയം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തിന് കൊടുക്കേണ്ട മഹിമ അവർ ഈ കാളക്കിടാവിന് കൊടുത്തേക്കും. ഇത് മനുഷ്യനായാലും സഹിക്കത്തില്ല. കാരണം ദൈവത്തിൻ്റെ തേജസ്സും ദൈവത്തിൻ്റെ മഹിമയും വേറൊരു സൃഷ്ടിക്കും ദൈവം കൊടുക്കാൻ തയ്യാറല്ല. അത് ദൈവത്തിനുള്ളതാണ്. മനുഷ്യൻ്റെ കാര്യമായും ചിന്തിച്ച് നോക്കിക്കേ. നമ്മൾ എന്തെങ്കിലും നമ്മുടെ പ്രയത്നം കൊണ്ട് എന്തെങ്കിലും ഒരു നേടിയാൽ അതിൻ്റെ ക്രെഡിറ്റ് വേറൊരാൾക്ക് പോകുമ്പം മനുഷ്യൻ്റെ ആ മാനസിക അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. മാനസിക ഡിപ്രഷൻ അടിച്ച് എന്തെങ്കിലും ചെയ്തു കളയും മനുഷ്യൻ. ഒരു കുടുംബത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പൻ്റെയും അമ്മയുടെയും പ്രയത്നം കൊണ്ട് ഒരു കുഞ്ഞിനെ പിറവി കൊടുത്തിട്ട് ആ കുഞ്ഞിൻ്റെ പിറവി വേറൊരാളാണ് ഉത്തരവാദിത്തം എന്ന് പറയുന്നുടനെ നോക്കിക്കേ, മനുഷ്യൻ കലങ്ങിപ്പോവും. മനുഷ്യൻ എന്ത് ചെയ്യുമെന്നറിയാത്ത ഒരു അവസ്ഥയായിരിക്കും ആ മാനസിക അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ ചിന്തിക്കുമ്പോൾ ഇവിടെ ദൈവം ചെയ്ത പ്രവൃത്തിയാണ് വീണ്ടെടുപ്പെന്ന് പറയുന്നത്. അതിൻ്റെ മഹിമ കാളക്കിടാവിന് കൊടുക്കുമ്പോൾ ദൈവത്തിന് വളരെയധികം ക്രോധിതനും, അതായത് പർവ്വതത്തിൽ കൊടുത്ത കൽപ്പന പോലും അവർ കൽപ്പന കിട്ടി പർവ്വതത്തിൽ. പക്ഷേ പർവ്വതത്തിൻ്റെ കീഴിൽ ദൈവജനം അതിനെ ലംഘിച്ചു, വിഗ്രഹങ്ങളുണ്ടാക്കി. ഇവിടെ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന കാര്യം, ഈ ദൈവത്തിൻ്റെ തേജസ്സും മഹിമയും ദൈവം തന്നെയാണ് അതിന് അർഹത.
അർഹതപ്പെട്ടത് ദൈവം തന്നെയാണ്. അത് ദൈവത്തിന് തന്നെ കൊടുത്ത് മതിയാകത്തുള്ളൂ മനുഷ്യൻ. അതിന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു പക്ഷേ എവിടെ നിന്ന് കിട്ടി ഈ സ്വർണമെല്ലാം? പുറപ്പാട് 11:2-3 11-ാം അധ്യായത്തിൻ്റെ പുറപ്പാട് 11:2-3 കാണുന്ന നമുക്ക് ഈ, കാരണം അടിമകൾക്ക് ഒരിക്കലും സമ്പാദ്യമൊന്നുമില്ല. കാരണം അവർ അടിമകളാണ്. അവർ പണിയെടുപ്പിക്കുകയാണ് 430 വർഷം, തലമുറയായിട്ട് ഏകദേശം 4 തലമുറ പോയി. അപ്പോൾ ഇവർക്ക് എവിടെ നിന്ന് കിട്ടി ഈ സ്വർണം? 11:2-3 നമ്മൾ പുറപ്പാട് 11:2-3 നമ്മൾ കാണുന്നത്. ദൈവം മിസ്രൈമ്യരുടെ ഹൃദയത്തിൽ തോന്നിച്ച് അവർക്ക് വേണ്ടുവോളം വെള്ളി, പൊന്ന് എന്ന് പറഞ്ഞ എല്ലാ സംഭവവും ഇവർക്ക് കൊടുത്തു. അപ്പം ദൈവം തോന്നിച്ച കരുണ, ദൈവം തോന്നിച്ച് ദയ തോന്നിപ്പിച്ച് മിസ്രൈമ്യരെ കൊണ്ട് കൊടുപ്പിച്ചതാണ് ഈ സ്വർണമെല്ലാം. ഈ സ്വർണമെല്ലാം വീണ്ടും പുറപ്പാട് 35:21-22 നമ്മൾ കാണുന്ന ഒരു വിഷയമുണ്ട്. ദേവാലയത്തിൻ്റെ പണിക്ക് ആവശ്യത്തിന് കൂടുതൽ സ്വർണം ആവശ്യമുണ്ട്. കാരണം ഉരുപ്പടികളും അതിനെ മുഴുവൻ ഓവർലേ ചെയ്യുന്നതും സ്വർണം കൊണ്ട് പൂശിയ. എവിടുന്ന് കിട്ടും ഈ സ്വർണം? ഈ സ്വർണമെല്ലാം ദൈവജനം തന്നെയാണ് വീണ്ടും നമ്മൾ കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആരാധനയ്ക്ക് ഉപയോഗിക്കേണ്ട ആ സ്വർണം ഇപ്പോൾ ഒരു കാളക്കടാവിനെ ഉണ്ടാക്കി അതിനെ മഹിമപ്പെടുത്തുകയാണ്. ദൈവം സഹിക്കുമോ? തീർച്ചയായിട്ടും സഹിക്കാൻ കഴിയാത്തൊരു സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. വീണ്ടും നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. 32:4 കാണുന്നു. ഈ കാളക്കടാവാണ് ഞങ്ങളെ പറയുന്നത്, ഓ ഇസ്രായേൽ, ഈ കാളക്കടാവാണ് നിങ്ങളെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് വന്നത്. അതെങ്ങനെ മനുഷ്യൻ്റെ ബുദ്ധി പോലും നഷ്ടപ്പെട്ടു പോയോ എന്നാണ്. കാരണം ഇപ്പോൾ ഉണ്ടാക്കിയ കാളക്കടാവ് എങ്ങനെ കഴിഞ്ഞ വീണ്ടെടുപ്പിൻ്റെ ഉത്തരവാദിയാകുന്നത് ഇപ്പോൾ ഉണ്ടാക്കിയ കാളക്കടാവാണ്. ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേന് നേരത്തെ നടന്ന വീണ്ടെടുപ്പിൻ്റെ മഹിമയെല്ലാം അതിന് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ചിന്തിക്കാൻ പോലും മനുഷ്യൻ മറന്നുപോയോ എന്നാണ് ഇപ്പം നമ്മൾ ചിന്തിക്കേണ്ടത്. സങ്കീർത്തനം 106:20 നമ്മൾ കാണുന്നത്, ദൈവത്തിൻ്റെ മഹിമയെ പുല്ല് നിന്നുന്ന ഒരു കന്നാലിക്ക് കൊടുത്തു എന്നാണ് സങ്കീർത്തനക്കാരൻ ദൈവജനത്തെ ഓർമ്മിപ്പിക്കേണ്ടത്. ദൈവത്തിന് കൊടുക്കുന്നത്, ദി എക്സ്ചേഞ്ച് ദ ഗ്ലോറി. അവർക്ക് മഹിമയൊന്നുമില്ല, ദൈവം കൊടുക്കാത്ത മഹിമ. അവരുടെ മഹിമയെന്ന് പറയുന്നത് ദൈവമാണ്. ആ ദൈവത്തിൻ്റെ മഹിമ പുല്ല് നിന്ന് കാളക്കടാവിന് കൊടുത്തു. ഇതാണ് മനുഷ്യൻ്റെ പരാജയം എന്ന് നമ്മൾ കാണുന്നത്. തന്നെയല്ല, സങ്കീർത്തനം 106:21 കൊടുക്കുന്നത്, ദി ഫോർഗോട്ട് ദെയർ സേവിയർ. വീണ്ടെടുപ്പുകാരനെ മറന്നുപോയി. ചിന്തിച്ചേ, വീണ്ടെടുപ്പുകാരനെ മറന്നുപോയി ഈ ദൈവജനം. നമ്മൾ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ യെരമ്യാ പ്രവചനം 2:11 നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. യെരമ്യാവ് പറയുന്നു, ഹാവ് ദ നേഷൻ ചേഞ്ച് ദ ഗോഡ്. ഏതെങ്കിലും രാജ്യങ്ങൾ അവരുടെ ദൈവത്തെ മാറ്റിയായിട്ട് നിങ്ങൾക്ക് അറിയാമോ? ഏതെങ്കിലും രാജ്യം. കാരണം കാലാകാലങ്ങളായി ഒരു രാജ്യത്തിന് ഒരു വിഗ്രഹമുണ്ടെങ്കിൽ അത് തലമുറയോളം അതേ വിഗ്രഹം, ആ ദൈവം തന്നെയായിരിക്കും, ആ വിഗ്രഹം തന്നെയായിരിക്കും ആ ദേശത്തിൻ്റെ ദൈവമെന്ന് പറയുന്നത്. ഒരിക്കലും ദൈവത്തെ അവർ മാറ്റുന്നത്. ഇന്ത്യയിലെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കോടാനുകോടി ദൈവങ്ങളുണ്ട്. അവരൊരിക്കലും ദൈവത്തെ മാറ്റത്തില്ല. പക്ഷേങ്കിൽ ഒരു ദൈവത്തിനും കൂടെ ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പം 3 കോടി അതോ 3000 കോടിയാണോ അല്ലെ 3000 ദൈവത്തിൻ്റെ ദേവന്മാരുണ്ട് നമ്മുടെ ഇന്ത്യ രാജ്യത്തിൽ. അതിൻ്റെ കൂട്ടത്തിൽ യേശുവിൻ്റെ ഒരു വിഗ്രഹം കൂടെ ഉണ്ടാക്കി വെക്കുന്നതിന് ഇന്ത്യക്കാർക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെങ്കിൽ ഒരിക്കലും ദൈവങ്ങളെ മാറ്റത്തില്ല. ഒരു ദൈവത്തിനെ അവർ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ ദൈവത്തിനെ മാറ്റത്തില്ല. അതാണ് യെരമ്യാ പ്രവചനം 2:15 ചോദിക്കുന്നത്, ഹാവ് ദ നേഷൻ ചേഞ്ച് ദിയർ ഗോഡ്. ഒരിക്കലും ദൈവത്തിനെ അവർ മാറ്റത്തില്ല. പക്ഷേ ദൈവജനം ചെയ്തു. ദൈവജനം ദൈവത്തെ മാറ്റി ഒരു കാളക്കടാവിനെ ഉണ്ടാക്കി ആ ദൈവത്തിന് കൊടുക്കേണ്ട മഹിമ അതിന് കൊടുത്തു. ചിന്തിക്കണം, ഈ മഹിമയെന്ന് പറയുന്നത്, ഗ്ലോറി അല്ലെ തേജസ് എന്ന് പറയുന്നത് അത് ദൈവത്തിന് മാത്രമുള്ളതാണ്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 3:21 പറയുന്നത്, അൺ ടു ഹിം ബി ഗ്ലോറി. ദൈവത്തിന് മഹിമ ആർക്ക്? ഇൻ ദ ചേർച്ച്, അതായത് ദൈവത്തിൻ്റെ സഭയ്ക്കുള്ളിൽ
ദൈവത്തിന് മഹിമ കൊടുക്കാൻ ത്രൂ ഔട്ട് ഓൾ ഏജസ്, കലാകാലങ്ങളിലും എൻഡില്ലാതെ, ഒരു അന്ത്യമില്ലാതെ കാലങ്ങളിൽ സഭയ്ക്കുള്ളിൽ, ദൈവസഭയ്ക്കുള്ളിൽ യേശു ക്രിസ്തുവിന് മഹിമ കൊടുക്കാനാണ് എഫെസ്യർക്ക് എഴുതിയ 3:21. കാരണം ഈ മഹിമ എന്നുള്ളത് ദൈവത്തിനുള്ളതാണ്. ചിന്തിക്കേണ്ട ഒരു വിഷയം, ദൈവജനങ്ങൾ അല്ലെങ്കിൽ ഇന്നും ദൈവജനങ്ങൾ കഷ്ടങ്ങളെ കൂടി ദൈവം കടത്തിവിടുന്നുണ്ട്. കഷ്ടങ്ങൾ നമുക്ക് നമ്മുടെ കൂടപ്പിറപ്പാണ്, ഇല്ലാതെ പറയാനൊക്കത്തില്ല. ദൈവജനത്തിന് എപ്പോഴും എല്ലാം ശരിയാകും എന്ന് ഉള്ള ഒരവസ്ഥയല്ല ദൈവജനത്തിന്. 2 കൊരിന്ത്യർ 4:17 ഈ കഷ്ടങ്ങളെല്ലാം ഒരു ലൈറ്റ് അഫ്ലിക്ഷനാണ്. എന്തിനു വേണ്ടിയാണെന്നറിയാം? ഈ കഷ്ടങ്ങളെല്ലാം നമുക്ക് നിത്യതയിൽ ഒരു എറ്റേണൽ വെയ്റ്റ് ഓഫ് ഗ്ലോറി, അതായത് ഈ മഹിമയെ തിരുവഴുത്തിൽ പഴയ നിയമം മുതൽ നമ്മൾ കാണുന്ന ഈ മഹിമയ്ക്കുള്ള ഹെബ്രായ ഭാഷ തൂക്കം എന്നാണ്, തൂക്കത്തിലാണ്. അത് ഏത് കിലോഗ്രാമിലാണോ ടണ്ണിലാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ നമുക്ക് വ്യക്തതയില്ല. പക്ഷെങ്കിൽ വെയ്റ്റാണ് കാര്യം. നമ്മൾ ഏതെങ്കിലും കാര്യങ്ങൾ, സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ ചിലർ ഇങ്ങനെ അതിനെ തൂക്കി നോക്കും അല്ലേ, അതിന് വെയ്റ്റ് ഉണ്ടോ എന്നറിയാൻ. ഈ വെയ്റ്റ് വെച്ചാണ് അതിൻ്റെ ക്വാളിറ്റി നമ്മൾ അളക്കുന്നത്. കത്തിയായാലും എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ വാങ്ങിക്കുമ്പോൾ വെയിറ്റ് ഉണ്ടോ എന്ന് നോക്കും. ഇന്ന് പണ്ടൊക്കെ ഫോണൊക്കെ ആണെങ്കിൽ ഭയങ്കര വെയിറ്റായിരുന്നു. ഇന്ന് ഫോൺ ഏറ്റവും ചെറുതും ഏറ്റവും ലൈറ്റ് വെയ്റ്റുമാണ് മനുഷ്യൻ അതിനെ പൊക്കിക്കൊണ്ട് നടക്കാനായിട്ട് എളുപ്പത്തിൽ നോക്കുന്നത്. പക്ഷെങ്കിൽ കലാകാലങ്ങളായിട്ട് മനുഷ്യൻ എന്തെങ്കിലും സംഭവം വാങ്ങിക്കുമ്പോൾ വെയിറ്റ് ഉണ്ടോ എന്നാണ് നോക്കുന്നത്. വെയിറ്റ് ഉണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഒരു സംഭവമാണ്, അതൊരു വലിയ വിഷയമാണ്. ഈ മഹിമയെന്ന് പറയുന്നത് 2 കൊരിന്ത്യർ 4:17 നമുക്ക് അത് വളരെയധികം കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മഹിമ ആണ്. കഷ്ടതകൾ ദൈവജനത്തിന് നമ്മൾ കാണുന്നുണ്ട്. കഷ്ടത ദൈവ മക്കൾക്ക് ഒരു വെയ്റ്റ് ഓഫ് ഗ്ലോറിയാണ് നമുക്ക് വീണ്ടും പ്രത്യക്ഷപ്പെടാൻ പോകുന്നത് നിത്യതയിൽ. ഈ മഹിമയാണ് ഏദൻ തോട്ടത്തിൽ മനുഷ്യന് നഷ്ടപ്പെട്ടത്. റോമാലേഖനം 1:23 നമുക്ക് ഈ മഹിമയെ ഇഴിജാതി അക്ഷയനായ ദൈവം, ഇൻകറപ്റ്റബിൾ ദൈവത്തിൻ്റെ തേജസ് ഇഴിജാതി അല്ലെങ്കിൽ പറവകൾ ഇവർക്കൊക്കെ രൂപസദൃശനായി മാറ്റിക്കളഞ്ഞു എന്ന് നമ്മൾ പറയുന്നത്. അതിന് ദൈവം ചെയ്യുന്നത് അവരെ വികൃതിക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതായിട്ടാണ് റോമാലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ദൈവത്തിന് കൊടുക്കേണ്ടത് ഇഴിജാതികൾക്ക് അല്ലെങ്കിൽ സൃഷ്ടിക്ക് കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ ക്രോധം വെളിപ്പെടുന്നത് ദൈവം അവരെ 3 വിധത്തിലാണ് ഏൽപ്പിച്ചു കൊടുക്കുന്നതായിട്ട് നമുക്ക് റോമാലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ 23 ശേഷം നമ്മൾ വായിക്കുന്നത്. ഗോഡ് ഗേവ് ദം ഓവർ, ചെന്ന് കയറിക്കൊടുക്കുക. അല്ലെ, പിശാച് അവരെ ഏറ്റവും മ്ലേച്ഛതയിലേക്ക് നടത്താൻ വേണ്ടി അവരെ ഏൽപ്പിച്ചു കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ റോമാലേഖനം 1:23 കാണുന്നത്. വീണ്ടും ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ യെശയ്യാ പ്രവചനം 42:8 നമ്മൾ കാണുന്നു. ഞാൻ ദൈവമാണ്, ഇതാണ് എൻ്റെ നാമം, എൻ്റെ ഗ്ലോറി ആൻഡ് മൈ ഗ്ലോറി ഐ വിൽ നോട്ട് ഗിവ് ടു അനദർ. ദൈവം വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. യെശയ്യാ പ്രവചനം 42:8 മൈ ഗ്ലോറി ഐ ഗീവ് ടു അനദർ, നോ അതർ. My glory will I not give to another, neither my praise to graven images. എൻ്റെ സ്തുതിയെ ഒരിക്കലും വേറൊരു കൈ കൊണ്ടുണ്ടാക്കിയ വിഗ്രഹത്തിന് ഞാൻ കൊടുക്കുകയില്ല. അത് ദൈവത്തിൻ്റെ മഹിമയാണ്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 2:14 ദൂതന്മാർ വന്ന് ഇടയന്മാരോട് പ്രത്യക്ഷപ്പെട്ടു. അതായത് സാക്ഷാൽ ദൈവം മനുഷ്യരൂപം എടുത്തപ്പോൾ ദൂതന്മാർ വന്ന് പറയുന്ന ഒരു കാര്യം, ഗ്ലോറി ടു ഗോഡ് ഇൻ ദ ഹയസ്റ്റ്. അത്യുന്നതിന് സ്തുതി, അത്യുന്നതിന്. അപ്പം ഈ ഗ്ലോറി ടു ഗോഡ് എന്ന് അത്
ദൂതന്മാർക്ക് പോലും അറിയാവുന്ന കാര്യമാണ്. മഹിമ ദൈവത്തിനുള്ളതാണ്. അതിലൊരു ദൂതനാണ് ഈ പിശാച് എന്ന് പറയുന്ന ലൂസിഫർ എന്ന് പറയുന്നത്. അവൻ ഈ മഹിമയെല്ലാം അവന് വേണമായിരുന്നു. അതുകൊണ്ടാണ് അവൻ പിശാചായത്. അല്ലാതെ അവൻ നല്ലൊരു ദൂതനെ ദൈവമായിട്ട് സൃഷ്ടിച്ചതാണ്. ദൈവത്തെ സ്തുതിക്കാൻ കോടാനുകോടി ദൂതന്മാരെയും കൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ ഉണ്ടാക്കി വെച്ച ഈ ലൂസിഫറിന് പോലും അവൻ്റെ പരാജയം എന്ന് പറയുന്നത് എന്തോ ദൈവത്തിന് കൊടുക്കേണ്ട മഹിമയാണ്. അത് അവന് ആവശ്യമാണ്. അവന് വേണമായിരുന്നു. ആരാധന അവന് വേണമായിരുന്നു. ചിന്തിക്കണം, ഈ മഹിമ ദൈവത്തിനുള്ളതാണ്. മഹിമ ആണ് മനുഷ്യന് നഷ്ടപ്പെട്ടത്. എല്ലാവരും പാപം ചെയ്തു. എല്ലാവരും ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായി ആണ് റോമാലേഖനം 3:23. ഇതാണ് ആദാമിനും ഹവ്വായ്ക്കും പറ്റിയത്. ദൈവത്തിൻ്റെ തേജസ്സും കൊണ്ട് അവരെ മറച്ചത്. അവർ പാപം ചെയ്തപ്പോൾ ആ ദൈവ തേജസ്സാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. ദൈവ തേജസ് അവർക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് വീണ്ടെടുപ്പുകാരൻ വരേണ്ടി വന്നു മനുഷ്യനെ വീണ്ടെടുക്കാൻ, നീതീകരിക്കാനായിട്ട്. റോമാലേഖനം 3:23 നമ്മൾ കാണുന്നത്. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടു. ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിന് കൊടുത്തേ മതിയാകത്തുള്ളൂ. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് ഞാനിവിടെ അവസാനിപ്പിക്കാം. മത്തായി സുവിശേഷം 22:21 ക്രിസ്തു പറയുന്ന ഒരു വാചകമാണ്. കാരണം അവർ നാണയം കൊണ്ടുവന്നിട്ട് അല്ലെ ദൈവത്തോടൊരു ചോദ്യം ചോദിക്കുകയാണ്. സീസറിന് ടാക്സ് കൊടുക്കുന്നത് ശരിയാണോ? സീസർ ചക്രവർത്തിക്ക് ടാക്സ് കൊടുക്കുന്നത് ശരിയാണ്. എന്തിനാണ്? ഇവനെ കുഴപ്പിക്കാനാണ്. ടാക്സ് കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ആർക്കും ടാക്സ് കൊടുക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ സീസർ ചക്രവർത്തിക്ക് ടാക്സ് കൊടുക്കണോ വേണ്ടായോ എന്ന് ഇവരോട് ചോദിക്കുമ്പോൾ ദൈവം ഒരു നാണയം, യേശുക്രിസ്തു ഒരു നാണയം കൊണ്ടുവരാൻ പറഞ്ഞിട്ട്, ഇതിൽ ആരുടെ ഇമേജാണെന്ന്, ആരുടെ രൂപമാണ് ഈ നാണയത്തിൽ, അവർ സീസറിൻ്റെ ആണെന്ന് പറഞ്ഞപ്പോൾ യേശുക്രിസ്തു പറയുന്ന ഒരു കാര്യമുണ്ട്. റെൻഡർ therefore unto Caesar the things which are Caesar's. സീസറിന് കൊടുക്കേണ്ടത് സീസറിനും ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിനും കൊടുക്കണമെന്നാണ് മത്തായി സുവിശേഷം 22:21 നമ്മൾ വായിക്കുന്നത്. ഈ ചിന്തകളൊന്ന് നമ്മളൊന്ന് ചിന്തിച്ചേ. ദൈവത്തിന് കൊടുക്കേണ്ട മഹിമ, അല്ലെ ദൈവത്തിന് കൊടുക്കേണ്ട സ്തുതിക്ക് മഹിമയും ദൈവത്തിന് തന്നെ ഒരു വിശ്വാസി കൊടുത്തിരിക്കണം. വീണ്ടെടുപ്പിൻ്റെ കാര്യത്തിലും രക്ഷകൻ്റെ കാര്യത്തിലും. കാരണം ഇതെല്ലാം ദൈവം ചെയ്തതാണ്. രക്ഷയെന്ന് പറയുന്നത് ദൈവം ചെയ്തതാണ്. നമുക്കതിനകത്തൊന്നും കൂട്ടാനുമില്ല. നമ്മൾ വായിച്ച ഒരു വാക്യം എന്താണ്? രക്ഷകനെ അവർ മറന്നുപോയി. ഇന്ന് രക്ഷകനെ മറന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് വിശ്വാസികൾ പോലും ആയിപ്പോകുന്നത്. ദേ ഫോർഗോട്ട് ദെയർ സേവിയർ. സങ്കീർത്തനം 106:20. അവർ മറന്നുപോയി, രക്ഷകനെ മറന്നുപോയി. ചിന്തിച്ചേ, നമ്മുടെ ജീവിതത്തിൽ രക്ഷകനെ മറക്കുന്ന അവസ്ഥ വന്നിട്ടുണ്ടോ? ദൈവത്തിന് കൊടുക്കേണ്ട മഹിമ ദൈവത്തിന് കൊടുക്കാതെ വേറെ വല്ലത്തിനും ആ മഹിമ പോകുന്നുണ്ടോ? അല്ലെ നമ്മൾ ആ മഹിമ സ്വീകരിക്കുന്നുണ്ടോ? എങ്കിൽ ചിന്തിക്കണം. ദൈവത്തിന് കൊടുക്കേണ്ട മഹിമ ദൈവത്തിന് തന്നെ കൊടുക്കാം. ഈ ചിന്തകൾ നമ്മൾ ചിന്തിക്കാനും കൂടുതലായിട്ട് ആഴമായിട്ട് ദൈവത്തിൻ്റെ മഹിമയെക്കുറിച്ച് പഠിക്കാനും അത് സഹായിക്കട്ടെ എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്.